ഇന്ത്യ തങ്ങളെ ഒരു കാരണവുമില്ലാതാണ് ആക്രമിച്ചതെന്നും തങ്ങളുടെ സിവിലിയന്മാർക്ക് വലിയ നാശനഷ്ടം ഇന്ത്യ വരുത്തിയെന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് ബദലായി ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾക്ക് ബദലായി പാകിസ്ഥാൻ ഒരു സംഘത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. അതിലൊരു സംഘമാണ് മുൻ പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ഭുട്ടോയുടെ നേതൃത്വത്തിലുള്ള സംഘം. ആ സംഘം കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിലെത്തി അമേരിക്കൻ എംപിമാരുമായി ചർച്ച നടത്തി. പക്ഷേ ആ സംഘത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു അമേരിക്കൻ എംപിമാരിൽ ബഹുഭൂരിപക്ഷം പേരും. അതിനകത്ത് പ്രധാനപ്പെട്ട ഉയർന്നു വന്ന പാകിസ്ഥാനെതിരെയുള്ള വിമർശനം ഒരു US കോൺഗ്രസ് സംഘം പറഞ്ഞത് 2002 ഡാനിയൽ പേൽ എന്ന് പറയുന്ന ഞങ്ങളുടെ മാധ്യമപ്രവർത്തനെ കൊലപ്പെടുത്തിയ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നു. ജെയ്ഷെ മുഹമ്മദിനെതിരെ നിങ്ങൾ ഒരു നടപടിയും എടുത്തില്ല, കൊലയാളികൾക്കെതിരെ നിങ്ങൾ ഒരു നടപടിയും എടുത്തില്ല. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ ദിനം പ്രതി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കും, അതിനെതിരെ നടപടിയെടുത്തില്ല. ആദ്യം ഇതൊക്കെ നിർത്തിയിട്ട് വരൂ, എന്നിട്ടാകാം നമുക്ക് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഭീകരവാദ കേന്ദ്രങ്ങൾ പൂട്ടാതെ ഭീകരവാദത്തിനെതിരെ നടപടിയെടുക്കാതെ നിങ്ങൾ പറയുന്നത് ആര് ചെവിക്കൊള്ളാൻ എന്നൊരു ചോദ്യം കൂടി ബ്രാഡ് ഷർമാൻ ഉന്നയിക്കുകയും ചെയ്തു. ഇതോടുകൂടി ഇന്ത്യക്കെതിരെ നീക്കം നടത്താൻ US പ്രേരിപ്പിക്കാനായി ബിലാവൽ ഭുട്ടോയുടെ നേതൃത്വത്തിൽ പോയ സംഘം അടിയേറ്റതുപോലെയായി, നാണം കെട്ടു ഇന്റർനാഷണൽ തലത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഈ MPമാരൊക്കെ തന്നെ അവർ സംസാരിച്ച വിഷയങ്ങൾ ഇപ്പോൾ ട്വീറ്റ് ചെയ്തതോടുകൂടിയാണ് ലോകം ഈ ഒരു വാർത്ത അറിഞ്ഞത്. അതിനിടയിൽ നമ്മുടെ ശശി തരൂർ സംഘവും ഇപ്പോഴും അമേരിക്കയിലുണ്ട്. അവർ വിജയകരമായി തന്നെ ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് നയിച്ച കാര്യങ്ങളും സിന്ദൂറിൽ എന്താണ് സംഭവിച്ചതെന്നും ലോകത്തോട് വിളിച്ചു പറയുന്നു. ലോകം വലിയ പിന്തുണ അവർക്ക് നൽകുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.